മിസ്സിന്റെ SSLC മക്കൾക്ക് വേണ്ടി അടുത്ത ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ 5ലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഏകദേശമൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ട് മിസ് ഡിവൈഡ് ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിപ്പോവാം. ഓക്കെ അപ്പം ആദ്യം തന്നെ നോക്കിക്കേ, നമ്മൾ പറഞ്ഞല്ലേ RRR. ആരായിരുന്നു RRR? നമ്മുടെ രാജാ റാം മോഹൻ റോയ് അല്ലേ. RRR രാജാ റാം മോഹൻ റോയ് ആണ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ഇവിടെ പറയുന്നത്, രാജാ റാം മോഹൻ റോയ് വാസ് ദ ഫസ്റ്റ് ടു സ്റ്റാർട്ട് ന്യൂസ് പേപ്പർ വിത്ത് എ നാഷണൽ പെർസ്പെക്റ്റീവ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇന്ത്യനെ പറ്റി എഴുതുന്ന ന്യൂസ് പേപ്പേഴ്സ് ആരാണ് ഇറക്കിയത്? ആദ്യം രാജാ റാം മോഹൻ റോയ് ആയിരുന്നു. അതുപോലെ തന്നെ ഹിസ് സമ്പത്ത് കൗമുദി ഇൻ ബംഗാളി ആൻഡ് മിറാത്ത് ഉൽ അക്ബർ in Persian focused to social reformation, democracy and nationalism. എന്തൊക്കെ കാര്യമായിരുന്നു അദ്ദേഹം ഫോക്കസ് ചെയ്തത്? സോഷ്യൽ റിഫോർമേഷൻ, ഡെമോക്രസി ആൻഡ് നാഷണലിസം. അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേരെന്തായിരുന്നു? സമ്പത്ത് കൗമുദി. അത് ബംഗാളി ഭാഷയിലായിരുന്നു എഴുതിയത്. അതുപോലെ തന്നെ മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുമായിരുന്നു എഴുതിയത്. അതെന്തിനായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്, കൂടുതൽ നോക്കിയത് എന്തിനായിരുന്നു? സോഷ്യൽ റിഫോർമേഷൻ. നമ്മൾ പറഞ്ഞല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ വേണ്ടാത്ത കുറെ സോഷ്യൽ ഈവിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടി, ജനങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടി, ഇതൊന്നും നമ്മുടെ ഇവിടെ ആവശ്യമില്ല എന്ന് അറിയിച്ച് അവരെ കൊണ്ട് തന്നെ റെസ്പോൺസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ റിഫോർമേഷൻസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ഡെമോക്രസി, നാഷണലിസം, രാജ്യത്തോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ന്യൂസ് പേപ്പറിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്തു. ഫോളോയിങ് ഹിസ് പാത്ത് മെനി റിഫോമേഴ്സ് ആൻഡ് നാഷണൽ ലീഡേഴ്സ് പബ്ലിഷ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ റീജിയണൽ ലാംഗ്വേജ്. അതായത് ഓരോ നമ്മുടെ രാജാ റാം മോഹൻ റോയ് എഴുതിയ പോലെ തന്നെ നാഷണൽ ലീഡേഴ്സ്, നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സ് ഒരുപാട് പേര് മുന്നോട്ട് വന്നു. എന്തിനാണ് മുന്നോട്ട് വന്നത്? അവരും അതുപോലെ തന്നെ പത്രങ്ങൾ എഴുതുവാനും അവരുടെ റീജിയണൽ ലാംഗ്വേജിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷയിൽ അവരുടെ നാട്ടുകാർക്കൊക്കെ വായിക്കാൻ വേണ്ടിയുള്ള പത്രങ്ങൾ അദ്ദേഹം എഴുതാനായിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തല്ലേ. രാജാ റാം മോഹൻ റോയ് എഴുതി, ആൾക്കാരൊക്കെ അറിയുന്നു, എന്നാൽ പിന്നെ നമുക്കും എഴുതാം, നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയട്ടെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ നാഷണൽ ലീഡേഴ്സും ഇതുപോലെ ന്യൂസ് പേപ്പർ എഴുതാനായിട്ട് തുടങ്ങി. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആരായിരുന്നു? രാജാ റാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സമ്പത്ത് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്ത് ഉൽ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് എന്ത് നൽകി? ഊന്നൽ നൽകി അല്ലേ. അപ്പം ആരായിരുന്നു ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്ത? ആരായിരുന്നു? നമ്മുടെ സ്വന്തം RRR. ആരാണ്? രാജാ റാം മോഹൻ റോയ്. ക്ലിയർ ആണോ? ഇത്രയും പോർഷൻ ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ RRRനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആരാണ് RRR? രാജാ റാം മോഹൻ റോയിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അദ്ദേഹം ആരാണ്? അദ്ദേഹം നമ്മുടെ ഇവിടെ പത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹത്തെ കണ്ട് ബാക്കിയുള്ള ഇന്ത്യൻ ലീഡേഴ്സ് എന്ത് ചെയ്തു? പത്രങ്ങളൊക്കെ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താണ് പ്രശ്നം? അവരുടെ ഓരോ സ്ഥലത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ ആൾക്കാർ അറിയാനായിട്ട് തുടങ്ങിയല്ലേ. ഇവിടെ അങ്ങനെ ഒരു അനീതി നടക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാർ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അറിയാനായിട്ട് തുടങ്ങി. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് അത് ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്തു? എന്നാ ഇനിയും തൊട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ എഴുതണ്ട എന്ന് പറഞ്ഞൊരു റൂള് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു ആക്ട് കൊണ്ടുവന്നു. അതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, റിയലൈസിംഗ് ദ പവർ ഓഫ് ദ പ്രസ്, the British imposed stringent measures to control them. The Vernacular Press Act enacted by ആരാണ്? Vernacular Press Act എന്നായിരുന്നു ആ ആക്ടിന്റെ പേര്. ആരാണ് അത് കൊണ്ടുവന്നത്? ലോർഡ് ലിറ്റൺ. ഈ സൈഡിൽ നിൽക്കുന്ന ആളാണ് ലോർഡ് ലിറ്റൺ. ഇദ്ദേഹമാണ് Vernacular Press Act കൊണ്ടുവന്നത്. ഏത് വർഷമായിരുന്നു മക്കളെ? 1878. 1878. 28 ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 1878 എന്ത് വന്നത്? നമ്മുടെ Vernacular Press Act ആര് കൊണ്ടുവന്നത്? ലോർഡ് ലിറ്റൺ എന്ന വ്യക്തി. ഓക്കെ, was one of them. It curbed freedom of press in religion language. The British withdrew the act after a massive protest. നോക്കിയേ, അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇനിയും വെർനാക്കുലർ പ്രസ് ആക്ട് വന്നു, ഇനിയും ന്യൂസ് പേപ്പറോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വെറുതെ വിട്ടോ? നമ്മൾ വെറുതെ ഇരിക്കോ? ഇല്ല. നമ്മൾ അങ്ങോട്ട് ശബ്ദം ഉയർത്താനായിട്ട് തുടങ്ങി. നമ്മൾ പറഞ്ഞു പറ്റത്തില്ല, നമുക്ക് ന്യൂസ് പേപ്പർ എഴുതിയേ പറ്റത്തുള്ളൂ, ആൾക്കാരെല്ലാം ഞങ്ങൾക്ക് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വലിയൊരു മാസീവ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു പ്രൊട്ടസ്റ്റ് വന്നു. വലിയൊരു പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ അവർക്ക് വെറുതെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അവരെന്നാ പറഞ്ഞു എന്നാ എന്നാന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? വിഡ്രോ ചെയ്തല്ലേ. അപ്പൊ ബ്രിട്ടീഷുകാര്
വിഡ്രോ ചെയ്തു. എന്താണ് വിഡ്രോ ചെയ്തത്? വെർനാക്കുലർ പ്രസ് ആക്ട് 1878 ലോർഡ് ലിറ്റൺ കൊണ്ടുവന്നത് അവർ വിഡ്രോ ചെയ്തു നമ്മുടെ മാസി പ്രൊട്ടസ്റ്റ് കാരണം. ഓക്കെ അല്ലേ? വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിറ്റൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം, അതായത് വെർനാക്കുലർ പ്രസ് ആക്ട്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ വെർനാക്കുലർ പ്രസ് ആക്ടിനെ പറ്റിയൊക്കെ പഠിച്ചല്ലേ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ വിമൻ എഡ്യൂക്കേഷന് വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്തു. അതെന്തൊക്കെയാണ് ചെയ്ത, ആരാണ് ചെയ്തത് എന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. D.K. Karve started the first Indian women university in Maharashtra. എവിടെയാണ് ഫസ്റ്റ് ഇന്ത്യൻ വിമൻ യൂണിവേഴ്സിറ്റി, വിമന് മാത്രം പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ മഹാരാഷ്ട്രയിലാണ്. എന്നാണ്? 1916. ഓക്കെ, ഈ 9 തിരിച്ചിട്ടാൽ 6, അപ്പൊ ഇത്ര ഓർത്താൽ മതി. 1916 നമ്മുടെ വിമൻ യൂണിവേഴ്സിറ്റി എവിടെയാണ്? മഹാരാഷ്ട്രയിൽ സ്റ്റാർട്ട് ചെയ്തത്. ആരാണ് കൊണ്ടുവന്നത്? D.K. Karve. പേര് മറക്കില്ല, D.K. Karve ഇദ്ദേഹമാണ്. D.K. Karve. ഓക്കെ അല്ലേ? He was motivated by the concept that education has a pivotal role in women empowerment. എന്താണ് ഇദ്ദേഹം പറയുന്നത്? വിമന് എഡ്യൂക്കേഷൻ കിട്ടണം, എന്നാലേ അവർക്കൊരു എംപവർമെന്റ് വരത്തുള്ളൂ അല്ലേ, ബാക്കി എല്ലാവരുമായിട്ട് ഇക്വാലിറ്റി ഫീൽ ചെയ്യത്തുള്ളൂ, എന്നാൽ വിമന് എഡ്യൂക്കേഷൻ വേണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ വിമൻ യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയിൽ 1916 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തല്ലേ. 1916 D.K. Karve മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അത് സ്ഥാപിച്ചത്. ഇതിനെ തുടർന്ന് അനേകം വിദ്യാലയങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു അല്ലെ. പല സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. നമ്മുടെ രാജാ റാം മോഹൻ റോയ് പത്രം ഒന്ന് എഴുതി കൊടുത്തു, ബാക്കി നമ്മുടെ ഇന്ത്യക്കാർ ബാക്കി ഏറ്റുപിടിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹം D.K. Karve ഒന്ന് സ്റ്റാർട്ട് ചെയ്തു വിമൻ യൂണിവേഴ്സിറ്റി, പിന്നെ ബാക്കി ആൾക്കാർ അങ്ങ് ഏറ്റെടുത്ത് പല പല സ്ഥലങ്ങളിൽ പല യൂണിവേഴ്സിറ്റിയിലും ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരാളെ പറ്റിയാണ്. ഈ ആളെ നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കും, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ആരാണ് ഈ നിൽക്കുന്ന ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ അല്ലെ. അദ്ദേഹത്തെ പറ്റി എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. വിശ്വഭാരതി ദ യൂണിവേഴ്സിറ്റി ഫൗണ്ടഡ് ബൈ ആരാണ്? നമ്മുടെ സ്വന്തം രവീന്ദ്രനാഥ് ടാഗോർ. എവിടെയാണ്? ബംഗാൾ. Focused on universal brotherhood. With this university, Tagore aimed at system of education that would bridge Western and Eastern culture. ഇദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചല്ലേ. എന്താണ് യൂണിവേഴ്സിറ്റി ഫൗണ്ട് ബൈ രവീന്ദ്രനാഥ് ടാഗോർ. അതിന്റെ പേരെന്താണ്? വിശ്വഭാരതി എന്നാണ് അതിന്റെ പേര്. ഫോക്കസ്ഡ് ഓൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അപ്പൊ എന്താണ് മക്കളെ ഈ ബ്രദർഹുഡ്? ബ്രദേഴ്സിനെ മാത്രം പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റി ആണോ? അല്ല. ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കേ, സാഹോദര്യം എന്നാണ് ബ്രദർഹുഡിന്റെ അർത്ഥം. നമ്മുടെ ഇന്ത്യയിലെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് ഇന്ത്യയെ പറ്റിയുള്ള നല്ല നല്ല കാര്യങ്ങളും നമുക്ക് ഒരുമ വരാൻ, നമുക്ക് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലേ ആദ്യം. അതുപോലെ ഒരു യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഇവിടുന്ന് മാറ്റണം, അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഇന്ത്യ എന്ന മഹാരാജ്യം ഒന്നാക്കി തീർക്കണം എന്നൊക്കെ എഡ്യൂക്കേഷൻ കൊടുത്തത് ആരാണ്? ആരുടെ യൂണിവേഴ്സിറ്റിയാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്ത വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലാണ്. അതുപോലെ തന്നെ വിത്ത് ദിസ് യൂണിവേഴ്സിറ്റി ടാഗോർ എയിംഡ് അറ്റ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് വുഡ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചർ. പാശ്ചാത്യവും പൗരസ്ത്യവും രണ്ട് കൾച്ചറും ഒന്നിച്ച് കൊണ്ടുപോയാണ് അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത്. നോക്കാം, രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത്. അപ്പൊ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റിയുടെ പേരെന്തായിരുന്നു? വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അത് ബംഗാളിലായിരുന്നു സ്ഥാപിച്ചത്. നമ്മുടെ യൂണിവേഴ്സൽ ബ്രദർഹുഡിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ക്ലിയർ ആണോ?
ഓക്കെ, അപ്പൊ നമ്മള് രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റി പഠിച്ചല്ലേ, അദ്ദേഹം കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റിയെ പറ്റി പഠിച്ചു, എന്തിനാണ് ആ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുമ്പോൾ, ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്ന ആരാണ് ആദ്യം ഓടി എത്തുന്നത്? ഇദ്ദേഹം ആരാണ്? നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധി ആണല്ലേ. അപ്പൊ മഹാത്മാഗാന്ധി എന്തൊക്കെയോ കുറെ എഡ്യൂക്കേഷൻ പ്ലാൻസ്, എഡ്യൂക്കേഷന് വേണ്ടി എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ഇങ്ങനത്തെ കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാകുമ്പോൾ എൻ്റെ മക്കൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ബുക്കിൽ എഴുതുകയോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഇത് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. In 1937 മഹാത്മാഗാന്ധി proposed a special education plan. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്ലാൻ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ പേരെന്താണ്? വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ എന്നാണ്. ആ എഡ്യൂക്കേഷൻ പ്ലാനിൻ്റെ പേരെന്താണ്? വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ. Its major objective was vocational education. എന്താണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ? നമുക്ക് ചെറിയ ചെറിയ ജോലികളും കൂടെ ചെയ്യാൻ പഠിപ്പിക്കുന്ന, നമ്മുടെ സ്കൂളിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനും കൂടെ നമ്മളെ പഠിപ്പിക്കും അല്ലേ. അപ്പം അതാണെങ്കിൽ നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്വയമേ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നമുക്ക് പൈസയൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനത്തെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കണം എന്ന് ആരാണ് പറഞ്ഞത്? നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞു. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പ്ലാൻ പ്രപ്പോസ് ചെയ്തതിന്റെ പേരെന്താണ്? വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ എന്നാണ് പറഞ്ഞത്. He thought that vocational training during education would help building up a good future. മിസ് പറഞ്ഞല്ലേ, നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉടനെ ഒരു ജോലി ചെയ്യുക അല്ലെങ്കിൽ ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം അതിനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അല്ലേ. നമുക്ക് ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ക്വാളിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇദ്ദേഹം കൊണ്ടുവന്ന ഈ എഡ്യൂക്കേഷൻ പ്ലാനിലൂടെ നമ്മുടെ സ്കൂളുകളിൽ നിന്നും ഒക്കെ നമുക്ക് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കിട്ടുവാണെങ്കിൽ അതൊരു ഗുഡ് ഫ്യൂച്ചറിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ഗാന്ധിജി believed that such a generation could defend the British. ബ്രിട്ടീഷുകാരെ തകർക്കാൻ വേണ്ടി അങ്ങനത്തെ എഡ്യൂക്കേഷൻസ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് സാധിക്കും. കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടിമകളായി ജീവിച്ചു പോവില്ലേ. അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് സ്വയമേ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഉള്ള ഒരു കേപ്പബിലിറ്റി, ഒരു പ്രാപ്തി കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹം നോക്കി. അതിൻ്റെ പേരാണ് വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ എന്നായിരുന്നു 1937 നമ്മുടെ മഹാത്മാഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പം ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒന്ന് ഓർത്ത് പേടിക്കേണ്ട. കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എളുപ്പം വായിച്ച് പഠിക്കാൻ വേണ്ടിയാണ് മിസ് പോയിന്റ്സ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ മിസ് വരാം. അപ്പം ഓക്കെ, ബൈ.